മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വേദത്തിൽ ധന്യമായിട്ടുള്ള ഒരു സൂക്തമുണ്ട്. പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ചൈതന്യം എങ്ങനെയാണോ പ്രപഞ്ചമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തത്, ആ ചൈതന്യം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ല, മാനിഫെസ്റ്റ് ചെയ്തു. ആ ചൈതന്യം പ്രപഞ്ചമായി തീർന്നു. പ്രപഞ്ചം വേറെ, സൃഷ്ടി വേറെ, സൃഷ്ടികർത്താവ് വേറെയല്ല. സൃഷ്ടികർത്താവ് സൃഷ്ടിയായി തീർന്നതാണ്. ദൈവദശകത്തില് സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ എന്ന സമുജ്വലമായിട്ടുള്ളൊരു വരിയുണ്ട്. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ. ഇത് ഭഗവത്ഗീതയിൽ നിന്ന് നാരായണ ഗുരുദേവൻ ധന്യമായിട്ടെടുത്തതാണ്. അഹം ക്രതുരഹം യജ്ഞം സ്വധാഹമഹമൗഷധം മന്ത്രോഹമഹമേ വാജ്യം അഹം വന്നിരഹം ഹുതം. അഗ്നി ഞാനാണ്. ആ അഗ്നിയിൽ കത്തുന്ന പ്രക്രിയ അത് ഞാനാണ്. അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന ഹവിസ് ഞാനാണ്. ആ ഹവിസ് സമർപ്പിക്കുന്ന പുരോഹിതൻ ഞാനാണ്. മന്ത്രം ഞാനാണ്. സമർപ്പിക്കുന്ന കർമ്മം ഞാനാണ്. ആ യജ്ഞം ഞാനാണ്. സർവ്വതും ഞാനാണ്. ആ ഞാൻ എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, പ്രജ്ഞാനവും സ്വബോധവും. ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് വേദത്തിലൊരു വരി ധന്യമായിട്ട് ഗുരു ശിഷ്യന്മാരോട് പറയുന്ന പോലെ, തേർഡ് പേഴ്സൺ ആയിട്ടാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്നും അവിടെ ഇല്ല. കിം ശ്വേത്വാനാം കൗസ വൃക്ഷ ആസീത് കഥമിത്സ്വിത് കഥാസീത് ശിക്ഷാ സഖിഭ്യ ഹവിഷിസ്വധാവ സ്വയം യജസ്വധന്വം വൃധാന വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദം തം ബാഹുഭ്യാം നമാതി സമ്പദത്രൈഃ ദ്യാവാ പൃഥിവീ ജനയൻ ദേവൈകാഃ. ഇതാണ് സൂക്തത്തിലെ ഒരു ഭാഗം. മുഴുവനും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ഭാഗം അതാണ്. ഈ ജനങ്ങളോടായിട്ട് ഋഷിവേദ്യൻ പറയുന്നതാണ്. ഞാൻ നീ എന്നുള്ളതൊന്നുമില്ല, തേർഡ് പേഴ്സൺ ആയിട്ട് പറയാണ്. കിം സ്വിത് വനം, ആ കാണുന്ന വനം നീ ഒന്ന് നോക്കുക. വനം, ഫോറസ്റ്റ് നീ ഒന്ന് നോക്കുക. കഥമേ സ്വിത്, അതെങ്ങനെ ഉണ്ടായതാണെന്നൊന്ന് ചിന്തിക്കാം. കഥാസീത്, ആ വനം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക. കിം സ്വേത് വനം കഥമിത് കഥാസീത്. എന്നിട്ട് നിനക്ക് ഒറ്റയ്ക്ക് ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ശിക്ഷാ സഖിഭ്യ ഹവിഷിസ്വധാവ സ്വയം യജസ്വധന്വം വൃധാന. നിന്റെ സുഹൃത്തുക്കളുമായിട്ട് നീ ചർച്ച ചെയ്ത് ചിന്തിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച് നീ സ്വയം ഉയർന്ന് വളർന്ന് ഉണർന്ന് പ്രബുദ്ധനാകുക. നീ പ്രബുദ്ധനാവുക. ശിക്ഷാ സഖിഭ്യ ഹവിഷിസ്വധാവ സ്വയം യജസ്വ. സ്വയം യജസ്വ, തന്നെ തന്നെ പഠിച്ച് ധന്വം പ്രധാന, നിന്റേതായിട്ടുള്ള ബുദ്ധി വൈഭവത്തെ ഉജ്ജ്വലമാക്കുക. അപ്പൊ നിനക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. വിശ്വതശ്ചക്ഷുഃ, ഈ ലോകം മുഴുവനും നിന്റെ കണ്ണുകൾ എത്തണം അറിവ് നേടാനായിട്ട്. അറിവ് നേടാനായിട്ട് നിന്റെ കണ്ണുകൾ ലോകം മുഴുവനും എത്തണം. വിശ്വതശ്ചക്ഷു ഉദ വിശ്വതോ മുഖോ, ലോകം മുഴുവനും നിന്റെ മസ്തിഷ്കം എത്തണം. വിശ്വതോ ബാഹു, ലോകത്തിൽ കാണുന്ന സാധനങ്ങൾ നിന്റെ കൈകൊണ്ട് എടുത്തിട്ട് നീ അതിനെ പരിശോധിക്കണം. വിശ്വതസ്പാദ്, എത്രത്തോളം നടന്ന് എവിടം വരെ എത്താൻ സാധിക്കുമോ അത്രയും നടന്ന് അവിടം വരെ എത്തിയിട്ട് ഓരോന്നും കൈകൊണ്ടെടുത്ത് പരിശോധിച്ച് നിന്റെ കണ്ണുകളും നിന്റെ ചെവികളും നിന്റെ മസ്തിഷ്കവും ഉപയോഗിച്ച് നീ പരിശോധന നടത്തിയിട്ട് പഠിച്ച് 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 ഉയർന്ന് വളർന്നു വരിക. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ
വിശ്വതോ ബാഹുരുദശ്വതസ്പാദ് തം ബാഹുഭ്യാം നമതി. അവസാനം നിനക്കൊന്ന് മനസ്സിലാവും. ഇതിനെല്ലാത്തിനെയും മാനിഫെസ്റ്റ് ചെയ്യുന്ന, ഇതിനെല്ലാത്തിനെയും നിലനിർത്തുന്ന ഒരു ചൈതന്യം അതിനകത്തുണ്ട്. ഇതിനെല്ലാത്തിനെയും നിലനിർത്തുന്ന ഒരു മഹാചൈതന്യം അതിനകത്തുണ്ട്. പരമാത്മ ചൈതന്യം അതിനകത്തുണ്ട്. തം, ആ ചൈതന്യത്തെ ബാഹുഭ്യാം നമതി, രണ്ട് കൈകൾ കൊണ്ട് നീ നമസ്കരിക്കാൻ നീ നിർബന്ധിതനാകും. ഞാൻ പറഞ്ഞിട്ടല്ല. കാരണം അത്രയും ഉജ്ജ്വലമായ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് നിനക്ക് തന്നെത്താനെ മനസ്സിലാകുമ്പോൾ തം ബാഹുഭ്യാം നമതി സമ്പതത്രൈഹി ധ്യാവാ പൃഥിവി, നിന്റെ കാലുകൾ കൊണ്ട് നീ അതിനെ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ലെവലിലേക്ക് നീ എത്തും. എന്നിട്ട് നിനക്ക് ഒന്നും മനസ്സിലാവും. അവസാനം നീ ഒരു പോയിന്റിലെത്തും. എന്താണത്? ധ്യാവാ പൃഥിവി ജനയൻ ദേവ ഏക, ദേവ ഏക, മോണോതീസം. ഒരൊറ്റ ഈശ്വരനെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ഒരൊറ്റ ഈശ്വരനെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അതായത് ധ്യാവാ പൃഥിവി, ഭൂമി ഉൾപ്പെടെയുള്ള ജ്യോതിർഗോളങ്ങളെ ജനയൻ. ജനയൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാമോ? ക്രിയേറ്റർ എന്നല്ല, ആയിത്തീർന്നവൻ. ജനകൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ. അച്ഛൻ മകനായിത്തീരുകയാണ്. അച്ഛനിൽ നിന്നുള്ള ഒരു അംശം വന്നിട്ടാണ് അത് മകനായിത്തീരുന്നത്. അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും വരുന്ന അണ്ടവും ബീജവും മകനായിത്തീരുകയാണ്. ചപ്പാത്തി മാവ്, ഗോതമ്പ് മാവ് എടുത്ത അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാതിരിയല്ല മക്കളെ മാതാപിതാക്കൾ ഉണ്ടാക്കുന്നത്. മക്കളെ മാതാപിതാക്കൾ ഉണ്ടാക്കുന്നത് അവരുടെ ശരീരത്തിന്റെ ഭാഗം എടുത്തുകൊണ്ടാണ്. അതിനെയാണ് ജനകൻ എന്ന വാക്ക്, ജനയൻ എന്ന വാക്ക്. അപ്പോൾ ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ തന്നെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമായിട്ടുള്ള ഈ ഭൂമിയും ഭൂമി ഉൾപ്പെടെയുള്ള ധ്യാവ ജ്യോതിർഗോളങ്ങളെയും ജനയൻ ദേവ ഏക, ആയിത്തീർന്ന ആ ഈശ്വരൻ ഒന്നാണ്. ഹിന്ദുക്കൾക്ക് കുറേ ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ ഒരാള്, ഞാൻ മതം മാറാൻ കാരണം തന്നെ കുറേ അധികം ഈശ്വരനുള്ളതാണെന്ന് അയാൾ പറയുകയുണ്ടായി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് ഒന്നും മനസ്സിലാക്കാതെ എന്തെല്ലാം ചെയ്യുമ്പോഴാണ്. ഭാരതത്തില് വേദാന്തത്തിലെത്തുമ്പോ നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നു. ദേവ ഏകാഹ, ഏകം സദ് വിപ്രാഹ ബഹുദാ വദന്തി. ഒന്നായിട്ടുള്ള അതിനെ പലരും പല രീതിയിൽ പറയും. വെള്ളം ഒന്നാണ്, അതിനെ പാനി എന്ന് പറയാം, തണ്ണീർ എന്ന് പറയാം, നീരോ എന്ന് പറയാം. എന്നുള്ളത് പോലെ ഒരു മുസ്ലിമിന് ഞാൻ എഴുതുകയുണ്ടായി, അല്ലാഹു എന്ന വാക്കിന് മുസ്ലിങ്ങളുടെ ദൈവം എന്ന അർത്ഥമില്ല സാറേ എന്ന് പറഞ്ഞു. വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി. ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. യഹോവ എന്ന വാക്കിന് ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന അർത്ഥമില്ല. അങ്ങനെ അർത്ഥം ഇല്ലാത്തയിടത്തോളം കാലം, അങ്ങനെ അർത്ഥം ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എന്ത് എളുപ്പമാണ്. അപ്പൊ എന്റെ ദൈവത്തിന് വേണ്ടി വാളെടുക്കുക, എന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് വിപ്ലവം ചെയ്യുക, എന്റെ ദൈവത്തിന്റെ വരികള് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീവ്രവാദം, എന്റെ ദൈവത്തിനെ സംരക്ഷിക്കാനായിട്ട് പള്ളിക്കകത്തെല്ലാം ഉണ്ടാക്കാം. എന്റേതല്ല, അത് എല്ലാവരുടെയും ദൈവത്തിന്റെ ഒരു പേരാണ് എന്ന് തിരിച്ചറിയുന്നിടത്തോളം കാലം, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. ഇപ്പൊ ജനയൻ ദേവ ഏക, ഏക ഏവ ഹി ഭൂതാത്മ, ഒരൊറ്റ ചൈതന്യമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ആ ഒറ്റ ചൈതന്യമേ പ്രപഞ്ചത്തിലുള്ളൂ എങ്കിൽ പിന്നെ എന്തിനാ ഇത്ര ദേവതമാരെന്ന് ചോദിച്ചാല് ആ ഒന്നിലേക്ക് പോകാനുള്ള പല വഴികളാണ്. അത് വിദ്യ, സരസ്വതിയിലൂടെ വിദ്യയിലൂടെ ആവാം, ഐശ്വര്യത്തിലൂടെ ലക്ഷ്മിയിലൂടെയാകാം, ശക്തി ഉപാസന പാർവതിയിലൂടെയാകാം, അതുപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള വിഘ്നം ഇല്ലാതെയാക്കുന്ന ഈശ്വര ചൈതന്യത്തിലൂടെയാവാം. വായുവിനെ ഉപാസിക്കാം, വെള്ളത്തിനെ ഉപാസിക്കാം, സൂര്യനെ ഉപാസിക്കാം. ഏതിനെ ഉപാസിച്ചാലും അവസാനം ഒന്നിൽ തന്നെ വന്നെത്തും. ഞാൻ പണ്ട് എൻ്റെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, തിരുവനന്തപുരത്തേക്ക് വരാൻ ധാരാളം വഴികളുണ്ട്. പക്ഷെ തമ്പാനൂർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഹാർട്ട് ഓഫ് ദ സിറ്റി അതൊന്നേ ഉള്ളൂ. അവിടേക്ക് വരാൻ എല്ലാവർക്കും ഒരു റോഡല്ല. കോവളത്തു നിന്ന് വരുന്നവർക്കുള്ള റോഡ് വേറെയാ, ശംഖുമുഖത്ത് നിന്ന് വരുന്നവർക്കുള്ള റോഡ് വേറെയാ, അതുപോലെ തന്നെ നെടുമങ്ങാട് നിന്ന് വരുന്നവർക്കുള്ള റോഡ് വേറെയാ, പേപ്പാറ ഡാമിൽ നിന്ന് വരുന്നവർക്കുള്ള റോഡ് വേറെയാണ്. അപ്പുറത്തെ കരമനയിൽ നിന്നും പൂജപ്പുരയിൽ നിന്നും പാപ്പനംകോട് നിന്നും എല്ലാം വരുന്ന, തിരുവല്ലത്ത് നിന്ന് വരുന്ന റോഡുകൾ വേറെയാണ്.
തമ്പാനൂര് ഒന്നേ ഉള്ളൂ എങ്കിലും അവിടേക്ക് വരേണ്ടതായിട്ടുള്ള വഴികൾ വ്യത്യാസമുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ എടുത്താലും അങ്ങനെയാണ്. വാഷിംഗ്ടൺ ഡി സി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ. അപ്പോ വാഷിംഗ്ടൺ ഡി സി എന്ന് പറയുന്ന ആ സ്ഥലം ഒന്നേ ഉള്ളൂ, ഒറ്റ എണ്ണേ ഉള്ളൂ. പക്ഷെ അവിടേക്ക് ഹാലിഫാക്സിൽ നിന്ന് വരാനുള്ള വഴി വേറെയാണ്, ലണ്ടനിൽ നിന്ന് വരാനുള്ള വഴി വേറെയാണ്, ഷിക്കാഗോയിൽ നിന്ന് വരാനുള്ളത്, ടൊറന്റോയിൽ നിന്ന് വരാനുള്ളത്, ന്യൂയോർക്കിൽ നിന്ന് വരാനുള്ളത്, നെവാർക്കിൽ നിന്ന് വരാനുള്ളത്, വാഷിംഗ്ടൺ സംസ്ഥാനത്തിൽ നിന്ന് വരാനുള്ളത്, എല്ലാ വഴികളും വേറെയാണ്. പക്ഷെ ഇതെല്ലാം ഒറ്റ വഴിയേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തൊരു കുഴപ്പമുണ്ടാവുക, എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒന്നായ ചൈതന്യത്തെ കാണാൻ നമ്മളെ വേദം ആഹ്വാനം ചെയ്യുന്നത്. ഇതാണ് വേദം. അല്ലാണ്ട് പ്രജാപതി യാഗം നടത്തി യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത് വേദത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന തനി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ വേദത്തിന്റെ തലയിൽ വെക്കുമ്പോൾ പലപ്പോഴും അറപ്പാണ് തോന്നുന്നത്. അത് വെക്കുന്നവർ വിചാരിക്കുന്നു ഹിന്ദുക്കൾക്ക് അഭിമാനം ഉണ്ടാവുന്നു. എങ്ങനെയാ അഭിമാനം ഉണ്ടാവുക? സിംഹത്തിനെ കഴുതയുടെ കൂട്ടത്തിൽ ഉപമിക്കുക, എന്നിട്ട് അഭിമാനം ഉണ്ടാവുന്ന പറയുക. ഇപ്പൊ ഓർമ്മിച്ചു നോക്കുക, ശരിക്കും വിശ്വത ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം നമതിസമ്പദത്രൈഹി ധ്യാവാ പൃഥിവീ ജനയന്തേവൈക. പ്രപഞ്ചത്തെ മുഴുവനും കണ്ണുകളും മസ്തിഷ്കവും കൈകളും കാലുകളും കൊണ്ട് അന്വേഷിച്ച് ആ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന മഹാചൈതന്യം ഒന്നാണെന്ന് എപ്പോ നമുക്ക് മനസ്സിലാകുന്നുവോ അന്ന് നമ്മൾ വേദാന്തത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ പരമകാഷ്ഠയിലെത്തി. ഏത് ബോട്ടണിയും ഏത് കെമിസ്ട്രിയും ഏത് ഫിസിക്സും ഏത് ബയോടെക്നോളജിയും പരമമായി ചെന്നെത്തുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഘടനയുടെ അഗാധ തലത്തിലേക്കാണ്. ഫിസിക്സിലൂടെ എനർജിയിലേക്ക് എത്തുന്നു, ഫിസിക്സിലൂടെ ആറ്റമിലേക്ക് എത്തുന്നു, ഫിസിക്സിലൂടെ തന്നെ ഹൈഡ്രോളിക്സിലേക്ക് എത്തുന്നു, ഫിസിക്സിലൂടെ തന്നെ എയറോഡൈനാമിക്സിലേക്ക് എത്തുന്നു. ഒക്കെ പ്രകൃതിയെ കുറിച്ചുള്ള പഠനമാണ്. കെമിസ്ട്രിയിലൂടെ ഈ പ്രകൃതിയിലുള്ള കെമിക്കൽസിലേക്ക് എത്തുന്നു. അതിൽ ഫിസിക്കൽ കെമിസ്ട്രിയിലൂടെ ഈ രാസവസ്തുക്കളുടെ ഫിസിക്കൽ നിയമങ്ങൾ പ്രകൃതിയിലുള്ളത് പഠിക്കുന്നു. ജിയോളജിയിലൂടെയും ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നു. പ്രകൃതിയുടെ സൃഷ്ടികർത്താവ് എങ്ങനെയാണോ സൃഷ്ടിച്ചത്, മാനിഫെസ്റ്റ് ചെയ്തത്, അതിനെക്കുറിച്ച്. ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ വിവിധ ഭാഗം, അതും പ്രകൃതിയുടെ ഭാഗമാണ്. അസ്ട്രോണമി എന്ന് പറയുന്നതാണ്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് അസ്ട്രോണമിയാണ്, അല്ലെങ്കിൽ അസ്ട്രോണമി എന്ന് പറയുന്നത് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ്. ഇതെല്ലാം നമ്മൾ എടുക്കുമ്പോൾ ഇപ്പൊ വേദത്തിൽ പറഞ്ഞ വഴിയുടെ മഹത്തായ അർത്ഥം നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഒരു വരിയുണ്ട്, എല്ലാം വേദത്തിലുണ്ട് എന്ന് പറയുന്നത്. അതുകൂടി ഞാൻ അടുത്ത സബ്ജക്റ്റായിട്ട് വിവരിക്കാം. പ്രണാമം, നമസ്കാരം.